ചുരുക്കി പറയാമെങ്കിൽ ഇത് അടുത്ത ബാഹുബലി, പഴയ ബാഹുബലിയെ പോലത്തെ ബാഹുബലി, മലയാളത്തിലെ ബാഹുബലിയാണ്. ഇപ്പോഴും ഈ 2 ആഴ്ച കഴിഞ്ഞിട്ടും പടം ഇത്രയും ഇതായിട്ട് വരണമെന്നുണ്ടെങ്കിൽ ഒരു രക്ഷയില്ലാത്ത കാണാത്തവരാണ് കളിയാക്കുന്നത്. കണ്ടു നോക്കണം ആദ്യം. ഞാൻ ഒരു ഫാൻസിൻ്റെ ആളല്ല, എന്നാലും അത് കണ്ടു നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അതുകൊണ്ട് എപ്പോഴും കാണാൻ പറ്റുന്ന പടങ്ങളല്ലേ ഇതൊന്നും, അതേപോലത്തെ ഇറക്കണം. ഇപ്പോൾ മോഹൻലാലിൻ്റെയൊക്കെ അങ്ങനത്തെ പടങ്ങൾ ഇറക്കുന്നതുകൊണ്ടാണ് ഇത്ര ആൾക്കാർ കാണുന്നത്. പഴയ തലമുറയിൽപ്പെട്ടവർക്കും ഇപ്പം ഒരു അനിമേഷൻ ഗിമ്മിക്സും ഇല്ലാതല്ല ഈ സിനിമകളൊക്കെ അന്ന് വടക്കം വ്യാപകമായി ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെയുള്ള സിനിമകളൊക്കെ ഇറങ്ങണം. അപ്പോൾ സമൂഹത്തിൽ പുതിയൊരു മെസ്സേജ് കൊടുക്കുന്നത് ജനങ്ങൾക്ക് ഇങ്ങനെയുള്ള സിനിമകളൊക്കെ തന്നെയാണ് ഇഷ്ടം ശരിക്കും. പിന്നെ നിവൃത്തിയില്ലാത്തതുകൊണ്ട് പുതിയ പടങ്ങളൊക്കെ കുഴപ്പമില്ല, കൊള്ളാം. നേരത്തെ കണ്ട പടം തന്നെ കൊള്ളാം, കുഴപ്പമില്ല. ഇല്ല കുറ്റമൊന്നുമില്ല. കൊള്ളാം, പടം കൊള്ളാം. ഒരു രക്ഷയില്ല. സൂപ്പർ സിനിമ, നല്ല പടം, അടിപൊളി പടമാണ്. പക്ഷേ ആർക്കും കുറ്റം പറയാൻ പറ്റില്ല. ഇതിനെപ്പോലെ മമ്മൂട്ടിയെ പോലെ അഭിനയിക്കാൻ ആരെയും കൊണ്ട് കഴിയില്ല. ഇതിനെപ്പോലെ അത്രയ്ക്ക് നല്ല സിനിമ. ചുരുക്കി പറയാമെങ്കിൽ ഇത് അടുത്ത ബാഹുബലി, പഴയ ബാഹുബലിയെ പോലത്തെ ബാഹുബലി, മലയാളത്തിലെ ബാഹുബലിയാണിത്. നന്നായിരുന്നു. ഇപ്പോൾ ആദ്യം ഞാൻ ടി വിയിലേക്ക് കണ്ടതാണ്. ഇപ്പോൾ ഇത്രയും കാലമായിട്ട് ഞാൻ ഇപ്പോഴും കാണുമ്പോഴും ഒരു അതിൻ്റെ പുതുമയൊന്നും നഷ്ടപ്പെട്ടിട്ടില്ല. എന്തായാലും ഇത്രയും ജനങ്ങൾ ഇപ്പോഴും ഈ 2 ആഴ്ച കഴിഞ്ഞിട്ടും പടം ഇത്രയും ഇതായിട്ട് വരണമെന്നുണ്ടെങ്കിൽ ഒരു രക്ഷയില്ലാത്ത. ഞാനിപ്പോഴാണ് വന്ന് കണ്ടത്, സമയം ഇപ്പോഴേ കിട്ടിയ, എന്നാലും ഒരു രക്ഷയില്ല. ഇതായാലും അറ്റ്മോസ്ഫിയറായാലും സൗണ്ട് സിസ്റ്റമായാലും എന്തായാലും ഒരു രക്ഷയില്ല. അത് കാണാത്തവരാണ് കളിയാക്കുന്നത്. കണ്ടു നോക്കണം ആദ്യം. ഞാൻ ഒരു ഫാൻസിൻ്റെ ആളല്ല, എന്നാലും അത് കണ്ടു നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അതുകൊണ്ട് നമ്മളോട് വന്ന ആൾക്കാർ പക്ഷേ നല്ല എക്സ്പീരിയൻസാണ് വളരെ നന്നായിരുന്നു. ഇപ്പോൾ ഒക്കെ കളറിനകത്ത് ചെറിയൊരു പ്രശ്നം തോന്നി എനിക്ക്. കളർ കറക്ഷൻസിനകത്ത് ചെറിയ പ്രശ്നമുണ്ട്. സൗണ്ടും ടെക്നിക്കലി എത്ര ഇതൊന്നുമല്ല, പക്ഷെ എങ്കിലും ഫസ്റ്റ് ടൈമാണ് തിയേറ്ററിൽ, ഫസ്റ്റ് ടൈമാണ് കാണണമെന്നുണ്ടായിരുന്നു. കണ്ടു, അത്രയേ ഉള്ളൂ. നല്ലതായിരുന്നു. ഞാൻ പഴയ വർഷം കണ്ട ഒരാളാണ്. ഇത്രയും വർഷത്തിന് ശേഷം വീണ്ടും കാണുമ്പോൾ ശരിക്കും നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയാണ്. നല്ല എക്സ്പീരിയൻസ്, കണ്ടോളൂ. നല്ല പടമായിരുന്നു. നമ്മൾ ഇത്രയും നാൾ കണ്ട ഒരു ക്ലാസിക് പടത്തിൻ്റെ ഫുൾ ഇതും നമുക്ക് കാണാനുണ്ടായിരുന്നു. ഡോൾബി 4K വന്നപ്പം നമുക്ക് മനസ്സിലാവുന്ന രീതി നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു, തിയേറ്ററിക്കൽ എക്സ്പീരിയൻസ്. അത് അടിപൊളിയായിരുന്നു. നമ്മൾ മറ്റേ പഴയ കണ്ട ക്വാളിറ്റിയെക്കാട്ടി ഇപ്പോൾ 4K വരുമ്പം നല്ല ഇച്ചിരൂടെ നല്ല ക്വാളിറ്റിയിലെല്ലാം നമുക്ക് ഫുൾ എക്സ്പീരിയൻസ് ആയിരുന്നു തിയേറ്ററിൽ. സൗണ്ട് ഡിസൈനൊക്കെ അടിപൊളിയായിരുന്നു. ആളിച്ചിരി കുറവുണ്ട് ഇതിപ്പം ഇത്ര നാളായതുകൊണ്ട്, അതുമാത്രമേ ഉള്ളായിരുന്നു പ്രശ്നം. പക്ഷേ ഫുള്ളി എക്സ്പീരിയൻസ് നല്ലതായിരുന്നു. അത് അതേപോലത്തെ പടങ്ങൾ വരാത്തതുകൊണ്ടാണ്, അല്ലാതെ നമ്മൾ എപ്പോഴും കാണാൻ പറ്റുന്ന പടങ്ങളല്ലേ ഇതൊന്നും. നമ്മൾ കണ്ട് പഴകിയ പടങ്ങൾ അതേപോലത്തെ ഇറക്കണം. പക്ഷെ മറ്റേയൊക്കെ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ മോഹൻലാലിൻ്റെയൊക്കെ അങ്ങനത്തെ പടങ്ങൾ ഇറക്കുന്നതുകൊണ്ടാണ് ഇത്ര ആൾക്കാർ കാണുന്നത്. അതല്ല അത്രയും ഹിറ്റായിട്ട് നിന്നിരുന്ന പടം ആയതുകൊണ്ടാണ് അവരൊക്കെ കാണാൻ വരുന്നത്. പക്ഷെ മമ്മൂട്ടിയുടെ ഈ ഇറക്കിയ പടങ്ങളൊക്കെ പാലേരി മാണിക്യം പോലത്തെയൊക്കെ ഇറക്കി, പക്ഷേ അതൊന്നും ഇറക്കിയിട്ട് കാര്യമില്ല. ഇങ്ങനത്തെ പടങ്ങൾ ഇറക്കിയണം നമുക്ക് ആളുകളെ കൊണ്ടുവരാൻ പറ്റൂ. ഇപ്പം നല്ല സൂപ്പർ, നമ്മുടെ ന്യൂ ജനറേഷൻ പിന്നെ സൂപ്പറായിട്ടുണ്ട്, വളരെ നന്നായിട്ടുണ്ട്. അങ്ങനെയൊന്നുമല്ല, അതൊക്കെ ജനറേഷൻ ഗ്യാപ്പാണ്. അതായത് പഴയ തലമുറയിൽപ്പെട്ടവർക്കും ഇപ്പം ഒരു അനിമേഷൻ ഗിമ്മിക്സും ഇല്ലാതല്ല ഈ സിനിമകളൊക്കെ അന്ന് വടക്കം വ്യാപകമായി ചെയ്തുകൊണ്ടിരുന്നത്. അതിമനോഹരമായിട്ടൊക്കെ ചെയ്തിട്ടില്ലേ. അങ്ങനെയുള്ള സിനിമകളൊക്കെ ഇറങ്ങണം. അപ്പോൾ സമൂഹത്തിൽ പുതിയൊരു മെസ്സേജ് കൊടുക്കുന്നതും അല്ലെങ്കിൽ നല്ല സിനിമകളൊക്കെ ഇതുപോലെ ഒരുപാട് അനിമേഷൻ ഗിമ്മിക്സ് ഒന്നും ഇല്ലാതെ ഇറക്കി കാരണം ജനങ്ങൾക്ക് ഇങ്ങനെയുള്ള സിനിമകളൊക്കെ തന്നെയാണ് ഇഷ്ടം ശരിക്കും. പിന്നെ നിവൃത്തിയില്ലാത്തതുകൊണ്ട് പുതിയ പടങ്ങളൊക്കെ നല്ല ക്വാളിറ്റി എന്നുള്ള ടെക്നീഷ്യൻസ് ഒക്കെ നല്ലതാണ്. ഇപ്പോഴത്തെ ആരുമില്ല സത്യമല്ലേ. അപ്പോൾ നമുക്ക് തന്നെ മനസ്സിലാവില്ലേ, അങ്ങനെ മനസ്സിലാവുന്ന കാര്യങ്ങളല്ലേ. എന്തോ ഓവറോൾ ഗംഭീര പടമല്ലേ. ഇപ്പോഴും നമ്മളിത് കാണണമെന്നുണ്ടെങ്കിൽ ആ സിനിമ നന്നായിട്ടല്ലേ. 2 ആഴ്ച കൂടുമെന്ന് തോന്നുന്നില്ല, ഇന്നിപ്പോൾ ആൾ കുറവായിരുന്നു, എങ്കിലും നല്ല ഗംഭീര പടമല്ലേ.